പേര് അനീഷ് എന്നാണ്. വീട് രാമനാട്ടുകരയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ കുടുംബത്തിലേക്ക് രാവിലത്തെ മോർണിംഗ് മീറ്റിംഗിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ ആദ്യം തന്നെ നമ്മുടെ സർവശക്തനോട് ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു. അതുപോലെ നമ്മുടെ ലീഡേഴ്സായ റമീസ് സാറ്, ഉമ്മർ ഉസ്താദ് സാറ്, അയ്യൂബ് സാറ്, അതേപോലെ എന്നെ ഇന്ന് ഈ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച എന്റെ പ്രിയ ഷെറൂർ സാറിനും ഹൃദ്യമായ ഒരു നന്ദി ഞാൻ ആദ്യം തന്നെ പ്രകാശിപ്പിക്കട്ടെ. അപ്പൊ നമുക്കറിയാം, ഓരോ മോർണിംഗ് മീറ്റിംഗ് നമുക്ക് ഓരോ പ്രതീക്ഷകളാണ്. നമ്മൾ ഓരോ പൊൻപുലരിയിലും ദൈവത്തിനോട് നമ്മൾ എന്താ പറയുന്നത്? ഇന്ന് എന്നെ ഈ ഭൂമി കാണിക്കുവാൻ വേണ്ടി ഒരു അവസരം ദൈവമേ നീ തന്നല്ലോ, അത് നിന്നോട് ഞാൻ എത്രയോ കരുണയുള്ളവനായി മാറിയിരിക്കുന്നു. അതേപോലെയാണ് നമ്മുടെ ബിസിനസ്സും. കാരണം അറിഞ്ഞോ അറിയാതെയോ ആണ് നമ്മൾ ഓരോരുത്തർ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. അല്ലാതെ നമ്മളെ ഈ ഉൽപ്പന്നം ഉപയോഗിച്ച റിസൾട്ട് ഏതോ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ ബിസിനസ്സിലേക്ക് ഡൈവേർട്ട് ചെയ്തു. അങ്ങനെ ഈ ബിസിനസിന്റെ ഭാഗമായി ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ. 100% പഠിച്ചു എന്ന് നമുക്ക് ആർക്കും അവകാശപ്പെടാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ക്രൗൺ ഡയമണ്ട് എന്ന റാങ്കിലേക്ക് എത്തിയ ഈ കമ്പനിയുടെ തന്നെ ഏറ്റവും ടോപ്പ് അച്ചീവറായ മുബീൻ മുഹമ്മദ് എന്ന ലീഡർ ഉണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞത്, ഞാൻ ഇപ്പോഴും ഇതിന്റെ ഏകദേശം ഒരു 5% പഠിച്ചിട്ടുള്ളൂ. 5% തന്നെ അദ്ദേഹം പഠിച്ചു കഴിഞ്ഞപ്പോ മാസം വാങ്ങുന്നത് കോടികൾ വരുമാനമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ എത്രയായിരിക്കും അദ്ദേഹത്തിനൊക്കെ വരുമാനം? അതുകൊണ്ട് ഈ ഒരു മേഖല ഈ മോർണിംഗ് മീറ്റിംഗിൽ കൂടെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മളെ സംബന്ധിച്ച് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ, മൃഗങ്ങൾക്ക് ദൈവം എല്ലാ ശക്തികളും എന്ത് ചെയ്തിട്ടുണ്ട്? അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്, മറ്റെല്ലാ ജീവജാലങ്ങൾക്കും. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അത് തുടർച്ചയായി കേൾക്കുമ്പോൾ മാത്രമേ എന്താവുള്ളൂ? ആ വ്യക്തിക്ക് അത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നത്? ചിന്തിച്ച് പ്രവർത്തിച്ച ആളുകൾ സക്സസ് ആയെന്ന് നമ്മൾ പറയുന്നത്. മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത്? വെറുതെ സമയം കളയുകയാണ്. അപ്പോ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ, ബെല്ലി സാറുമായിട്ട് ഇപ്പൊ നല്ല ഒരു ആത്മബന്ധമാണ്. ഈ ഒരു ആത്മബന്ധമാണ് ഇന്ന് ഈ കമ്പനിയിലെ NTC റാങ്ക് വരെ എത്തിയത്. കാരണം നമ്മൾ ആരാണോ നമ്മളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്, ആ കൊണ്ടുവന്ന വ്യക്തി നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവനാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുന്നേറുവാൻ കഴിയുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഇപ്പൊ വരുന്ന പുതിയ ബാച്ച് മക്കളൊക്കെ, കുട്ടികളൊക്കെ ഇതിന്റെ ആധികാരികത മനസ്സിലാക്കി വരുന്ന കുട്ടികൾ അധികം ഭൂരിഭാഗം. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നൊക്കെ പഠിക്കാനുള്ള ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി വരുന്ന ആളുകളാണ് ന്യൂ ജനറേഷൻ മക്കള്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബെല്ലി സാർ ഈ ബിസിനസ് അവസരം തന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് പറ്റിയ മേഖലയല്ല എന്ന്. അങ്ങനെ മാറ്റി വെച്ചു. പിന്നെ നിരന്തരമായ ഒരു വ്യക്തിയുടെ ഫോളോ അപ്പ് ആണ് നമ്മളെ സംബന്ധിച്ച് ഏത് മേഖലയിലും നമ്മൾ എന്ത് ചെയ്യുന്നത്? വിജയിക്കുന്നത്. ഇപ്പൊ ഇൻഷുറൻസ് എടുത്ത ഒരാളെ സംബന്ധിച്ച് ചിലപ്പോ ഇൻഷുറൻസ് എടുപ്പിക്കുവാൻ വേണ്ടി കുറേ തവണ ആ വ്യക്തിനെ വൈത്തല നമ്മൾ നടന്നിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ വൈത്തല നടന്ന് നമ്മൾ ഇൻഷുറൻസ് എടുപ്പിച്ചപ്പോ ആ വ്യക്തിക്ക് ഒരു പെട്ടെന്നൊരു എമർജൻസിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും ചെലവ് വരുന്ന ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യും? ആ നിരന്തരം നമ്മളെ വൈത്തല നടന്ന ആ വ്യക്തിയെ നമ്മൾ ദൈവതുല്യം നമ്മൾ കാണും. അതാണ് ലോകം. അതേപോലെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞ അവസരത്തിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുമ്പോൾ, കാരണം ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് എൻ്റെ ഫാദർ മരണപ്പെട്ടത്. ഫാദർ 82 മുതൽ ഗൾഫിലായിരുന്നു, അബുദാബിയിലായിരുന്നു. നല്ലൊരു കമ്പനിയിലായിരുന്നു ഫാദർ ജോലി ചെയ്തത്. ഒരു അലൂമിനിയം ഫാബ്രിക്കേഷൻ കമ്പനി ആയിരുന്നു. പക്ഷെ ആ കമ്പനിയിൽ വർഷങ്ങളോളം ജോലി ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ പോലെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ അന്നുണ്ട് ഗൾഫിലും. പക്ഷേ അദ്ദേഹത്തിന് ഇതിന്റെ ചെറിയ ചെറിയ പൊടികൾ ശ്വസിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ആദ്യം വന്നത് TB എന്നൊരു അസുഖം വന്നു. ആ TB എന്നൊരു അസുഖം വന്നപ്പോ ആ അസുഖത്തിന് നല്ല ട്രീറ്റ്മെന്റ് 98 കാലഘട്ടത്തില് ഗൾഫിലെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് കിട്ടുന്നതാണ് നല്ലത്, നാട്ടില് ആയുർവേദം ഒക്കെ ചെയ്യുന്നതാണ് നല്ലതെന്ന് അവിടുന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് നാട്ടിലേക്ക് പോന്ന്. അങ്ങനെ TB എന്നൊരു അസുഖത്തിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെന്റ് ഇവിടെ ആരംഭിച്ചു. കോഴിക്കോട് ബിനോയ് പോൾ എന്ന് പറഞ്ഞ പ്രശസ്തനായ ഡോക്ടർ. അപ്പൊ ആ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ ചെയ്തതിന്റെ ഭാഗമായിട്ട് ഫാദറിന് ആ അസുഖം മാറി. പക്ഷേ
നിലവിൽ മുമ്പ് ചെയ്ത ജോലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് നമ്മളെ കെമിക്കൽ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഈ മരുന്ന് കുടിച്ചതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ബ്ലഡ് ക്യാൻസർ എന്ന അസുഖം അവിടെ ജനിക്കപ്പെട്ടു. അങ്ങനെ ആ അസുഖവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാലം എന്ത് ചെയ്തു, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിരുന്നു. അങ്ങനെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുമ്പോൾ അദ്ദേഹം ലോകത്തിനോട് വിട പറഞ്ഞു പോയി. അപ്പോ ആ ഒരു അസുഖത്തോട് കൂടി ഞാനൊരു കാര്യം പഠിച്ചു, എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഒന്ന് ചിന്തിച്ച് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ആ സമയത്ത് ഞാൻ ചെറുപ്രായമാണ്, ഡോക്ടർമാരെ കാണാനും അതേപോലെ ഇംഗ്ലീഷ് മരുന്നും ആയുർവേദമൊക്കെ ഒരേപോലെ ക്ലബ്ബ് ചെയ്ത് ഫാദറിന് കൊടുത്തിരുന്നു. ഇന്നാണെങ്കിൽ ഞാനിപ്പോ പറയും 95 ഒക്കെ ഉണ്ടല്ലോ, ദൈവം നമ്മളെ കുറച്ചും കൂടി അയച്ചു തരാൻ സാധ്യതയുള്ള ഒരു സാധനമൊക്കെയാണ്. അപ്പൊ നമുക്ക് ഇന്നറിയാം, നമുക്ക് ഒരുപാട് അപ്ഡേഷൻ ഈ കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞു. അപ്പൊ അതാണ്, അങ്ങനെയൊക്കെ വന്നപ്പോ ഡിഗ്രി കഴിഞ്ഞ പാടന്നെ എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എന്നൊരു ആശയവുമായി ബന്ധപ്പെട്ട് ഒരു ജോലിക്ക് കയറി. BPO വർക്ക് എന്നൊരു ജോലിയുണ്ട്, ബിസിനസ് പ്രോസസ്സിംഗ് ആൻഡ് ഔട്ട്സോഴ്സിങ്. വിദേശ രാജ്യങ്ങളിലുള്ള ഡാറ്റകൾ നമ്മൾ വേർഡ് ഫയലായിട്ട് മാറ്റിക്കൊണ്ട് അവർക്ക് അയച്ചു കൊടുക്കുക. അപ്പൊ അതിന് പെർ വേർഡിന് ഇത്ര പൈസ എന്നാണ്. അങ്ങനെ വലിയ വലിയ നല്ല കട്ടിയുള്ള ബുക്കുകളൊക്കെ എന്ത് ചെയ്യും, വേർഡ് ഫയലാക്കി മാറ്റി നമ്മൾ അയച്ചു കൊടുക്കും. അപ്പൊ ആ അയച്ചു കൊടുക്കുന്നതിന്റെ വർക്കിന്റെ ഒരു കമ്മീഷൻ നമുക്ക് കിട്ടും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ എന്ത് ചെയ്ത്, അത് കുഴപ്പമില്ലാതെ പോയി. പക്ഷെ നമ്മൾ ചെറുപ്രായമാണല്ലോ, എന്തെങ്കിലും കുറച്ചും കൂടി അഡീഷണൽ കിട്ടുകയാണെങ്കിൽ അതല്ല നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, കോഴിക്കോട് അരിയടുത്ത് പാലത്ത് കൈനടി എന്റർപ്രൈസസ് എന്ന സ്ഥാപനമുണ്ട്, ഇലക്ട്രോണിക്സിന്റെ പണ്ട്. അപ്പൊ അവിടെ ഞാൻ എന്ത് ചെയ്തു, ലോൺ സെക്ഷനിലേക്ക് കയറി. കാരണം പഠിച്ചത് ഡിഗ്രിയാണ്, BCom ആണ്. BCom പഠിച്ചാൽ അക്കൗണ്ട്സിൽ വിജയിക്കാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് BComലേക്ക് പോയത്. പക്ഷെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഒരു പണിക്ക് ഞാൻ അതുവരെ പോയില്ല. അങ്ങനെ അവിടെ ഞാൻ സെയിൽസിൽ കയറി. സെയിൽസിൽ കുഴപ്പമില്ലാതെ നിൽക്കുന്ന സമയത്താണ് അവിടുന്ന് ഒരു തോന്നല്, വേറെന്തെങ്കിലും മേഖലയിലേക്ക് മാറിയാലോ എന്ന്. അങ്ങനെ നേരെ കമ്പ്യൂട്ടറിന്റെ സെയിൽസ് ആൻഡ് സർവീസ് എന്ന കാര്യത്തിലേക്ക് മാറി. അവിടെ നിന്നുകൊണ്ട് നല്ല രീതിയിൽ ഏർണിങ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്ത്, ഞാൻ പഠിച്ച മേഖല ഒന്ന് റിവൈൻഡ് ചെയ്താലോ. പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ പഠിച്ച മേഖലയിലേക്ക് എന്താ പോവാത്തതെന്ന്. അങ്ങനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കീഴിൽ എന്ത് ചെയ്തു, ഞാൻ പഠിച്ച മേഖലയുമായി ബന്ധപ്പെട്ട് ഓഡിറ്റിങ്ങും അക്കൗണ്ടിങ്ങും ഒക്കെ പഠിക്കുവാൻ വേണ്ടി കോഴിക്കോട് P. വിജയകുമാർ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്, നടക്കാവ്, വണ്ടിപ്പേട്ട. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. പക്ഷെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ചാല്, അവര് നമുക്ക് ആർക്കും സാലറി ആയിട്ടൊന്നും തരില്ല. നമ്മൾ പഠിക്കാണല്ലോ, സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമുക്ക് എന്തെങ്കിലും തരുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് പഠിച്ചു. അങ്ങനെയാണ് അമാന ടൊയോട്ട, പെൻസുലാർ ഹോണ്ട, അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ഒരുവിധം കാറിന്റെ ഷോറൂമിലൊക്കെ ഓഡിറ്റിങ്ങിന് വേണ്ടി എനിക്ക് പോകേണ്ടി സാധിച്ചു. അങ്ങനെ ഒരുപാട് അങ്ങനെ നല്ല 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 ബന്ധങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ICICI ബാങ്കിന്റെ ലോൺ സെക്ഷനിലേക്ക് ഒരു എൻക്വയറി വന്നത്. അങ്ങനെ എന്ത് ചെയ്തു, ആ ലോൺ സെക്ഷനിലെ ക്യാരിങ് ആയിട്ട് ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് ആണ്, അതും വെരിഫിക്കേഷൻ എന്ന പ്രോസസ്സാണ്. ആ ഒരു മേഖലയിൽ ഞാൻ എന്ത് ചെയ്തു, ശോഭിക്കുവാൻ വേണ്ടി തയ്യാറായി. കാരണം നമുക്ക് പറയാനൊരു ഇതുണ്ടല്ലോ, എവിടെയും ജോലി എന്ന് വെച്ചാൽ ബാങ്കിലാണ്. അപ്പൊ ഒരു എംബ്ലം നമ്മളെ മുന്നിൽ എത്തി, ICICI ബാങ്കിൽ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തു. അങ്ങനെ നല്ല രീതിയിൽ എന്ത് ചെയ്തു, ആ ഒരു ബിസിനസ് അല്ല ജോലിക്ക് പോയി. നല്ല രീതിയിൽ ആ ജോലി നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നതിനനുസരിച്ച് എനിക്ക് എന്ത് ചെയ്തു, ഒരുപാട് ഏർണിങ്സ് ഉണ്ടാക്കുവാൻ പറ്റി. ആ സമയത്ത് നമ്മൾ പാരന്റ് കമ്പനി ഉണ്ടായിരുന്നു. ഈ പാരന്റ് കമ്പനിയിൽ അന്ന് എന്ത് ചെയ്തു, ഒരു ID അടിച്ച് ജോയിൻ ചെയ്തു. പ്രവർത്തിക്കാനൊന്നും വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോ ബാങ്കും ആ ഒരു വർക്കുമായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അങ്ങനെ എന്ത് ചെയ്തു, 2010 കാലഘട്ടത്തിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് ആരംഭിക്കണം എന്നൊരു ആശയം വന്നു. കാരണം അതിന് പാരന്റ് കമ്പനിയിൽ പ്രവർത്തിച്ചതിനെ കൊണ്ടാണ് എനിക്ക് എന്ത് ചെയ്തത്, ബിസിനസ് ചെയ്തവരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ, ജോലി ചെയ്തവരെല്ലാവരും ജീവിച്ചു പോയിട്ടുള്ളൂ. ജോലി ഒരു തല്ലിപ്പൊളി പരിപാടിയാണെന്ന് എനിക്കൊരു അഭിപ്രായമില്ല. കാരണം നല്ല സാലറി വാങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. അപ്പോ ബിസിനസ് ചെയ്താലാണ് നമുക്ക് നമ്മുടേതായ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുവാൻ പറ്റുമെന്ന് മനസ്സിലായി. അങ്ങനെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ആരംഭിക്കുക എന്നൊരു ആശയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോഴിക്കോട് തന്നെ നമ്മളൊരു സുഹൃത്തിന്റെ സ്ഥാപനത്തിൽ എന്ത് ചെയ്തു, ജോലിക്കാരനായിട്ട് പ്രവർത്തിച്ചു. കാരണം എങ്ങനെയൊക്കെയാണ് ഈ മേഖല അറിയണമല്ലോ. അങ്ങനെയാണ് റെഡിമെയ്ഡ് ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. അങ്ങനെ റെഡിമെയ്ഡ് ബിസിനസിന്റെ A to Z കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, മനസ്സിലാക്കി. ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് അത് എന്തുകൊണ്ട് നല്ല രീതിയിൽ വിപുലപ്പെടുത്തിക്കൂടാ. അങ്ങനെ ഓരോരോ ജില്ലയിലും വെഡിങ് സെന്ററും ജെൻസ് കൗണ്ടറും അവിടേക്കൊക്കെ സാധനങ്ങൾ സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ബിസിനസ് എന്ത് ചെയ്തു, റെഡിമെയ്ഡ് ബിസിനസ് റൺ ചെയ്യിപ്പിക്കാൻ പറ്റി.
നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് മേഖലയിലേക്ക് ആ ബിസിനസ് വ്യാപിപ്പിക്കണം എന്നൊരു ആഗ്രഹം വരും. അങ്ങനെ സൗദി, ദുബായ്, അങ്ങനെ കുറെ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, എക്സ്പോർട്ടിംഗ് ഒക്കെ ആരംഭിച്ചു. കുഴപ്പമില്ലാത്ത നമ്മുടെ ബിസിനസ് പോകുമ്പോഴാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ ബെല്ലി സാറ് ഞങ്ങളുടെ കോഴിക്കോട് ഓഫീസിലേക്ക് വന്നത്. നമ്മുടെ റാമോഹർ റോഡിലാണ് നമ്മുടെ ഓഫീസ് ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഓഫീസിൽ വന്ന് അദ്ദേഹം പറഞ്ഞു, എടാ അനീഷെ, അദ്ദേഹത്തിന്റെ ശൈലി ഉണ്ടല്ലോ, ഡയറക്ട് സെല്ലിങ്ങിന് നിയമമൊക്കെ വന്നിട്ടുണ്ട്, ഇപ്പോ ഗവൺമെന്റ് ഒക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഏതായാലും നീ നിന്റെ പേരും അഡ്രസ്സും കൊണ്ട് ഒരു ID ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ അദ്ദേഹത്തിനെ ഞങ്ങൾ റൂമിലിരുത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ID കൊടുത്തു. ID കൊടുക്കാൻ പൈസ ഒന്നും വേണ്ടല്ലോ, ഫ്രീ ആണല്ലോ. അങ്ങനെ ID കൊടുത്ത് ഉൽപ്പന്നം വാങ്ങി. അദ്ദേഹം പറഞ്ഞു, ഒരു ID ആക്ടിവേഷൻ ചെയ്യാൻ ഒരു 5000 രൂപയുടെ ഉൽപ്പന്നം വേണം, ഒരു 5000 രൂപ അയക്കുന്ന പറഞ്ഞിട്ട് അയപ്പിച്ചു. ഒരു ID ആക്ടിവേഷൻ ആക്കി. നിങ്ങളൊക്കെ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത എല്ലാ ആൾക്കാരും ട്രൈപ്പോഡ് അടിച്ചിട്ടാണ് വന്നിട്ടുണ്ടാവുക, അതായത് 3 ID. അന്ന് വിശ്വാസമില്ലാത്ത ഞാൻ ഒരൊറ്റ ID അടിച്ചിട്ടുള്ളൂ. സാറേ, എനിക്ക് തന്നെ ഉറപ്പില്ല, നിങ്ങൾ നിർബന്ധിച്ചതിനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ, പൈസ തരാറുണ്ട്. ഉൽപ്പന്നം വാങ്ങി. എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ആ പൈസയും കൊടുത്ത് ഉൽപ്പന്നം വാങ്ങി. അങ്ങനെ അന്ന് കേരളത്തിലൊന്നും ഓഫീസും ഇല്ല. അങ്ങനെ ഈ സംഭവം നടക്കുന്നത് 2015 ലാസ്റ്റിലേക്കാണ്. അപ്പൊ ആ ഉൽപ്പന്നം വാങ്ങി. ഞാൻ എന്ത് ചെയ്തു, ആ ഉൽപ്പന്നം അതേപോലെ വാങ്ങി ഒരു കവറിലാക്കി വീട്ടിൽ തന്നെ കൊണ്ടുവച്ചു. എനിക്ക് നമ്മുടെ ഈ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാലല്ലേ നമുക്കൊക്കെ ഉപയോഗിക്കാൻ ധൈര്യം ഉണ്ടാവുള്ളൂ. ബെല്ലി സാർ പറഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്, അറിയുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഉപയോഗിക്കണം എന്ന് എന്ത് നിർബന്ധമുള്ളത്? കാരണം എന്തെങ്കിലും പറ്റിപ്പോയാലോ എന്ന് പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് നല്ല രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, വീട്ടില് കട്ടിലിന്റെ ചോട്ട് കൊണ്ടുവച്ചു. അങ്ങനെ ആ ഭാഗത്തേക്കേ നോക്കാറില്ല. അങ്ങനെ അദ്ദേഹം നിരന്തരം ഇങ്ങനെ വിളിക്കാറുണ്ട്, അനീഷ എവിടെ ഉണ്ട് നോക്കുമ്പോൾ ഞാൻ ലൈനിലാവും. കാരണം നമ്മൾ കേരളത്തില് കാസർഗോഡ് മുതൽ എറണാകുളം വരെ നേരിട്ട് എന്ത് ചെയ്യാണ്, നമ്മളെ റെഡിമെയ്ഡിന്റെ ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ട് ഓടി നടക്കാണ്. അങ്ങനെ ഓരോ സമയം വിളിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ പല സ്ഥലത്തും മാറി മാറി നിൽക്കും. ഒരു തവണ അദ്ദേഹം പറഞ്ഞു, എവിടെയുള്ളതെന്ന് ചോദിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യനെ കോഴിക്കോട് റാമോഹർ റോഡിൽ വെച്ചിട്ട് കണ്ടപ്പോൾ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഞങ്ങളെ കാറിലേക്ക് കയറ്റി, എന്നെ എന്റെ പാർട്ണറെയും കാറിലേക്ക് കയറ്റി ഈ ബിസിനസ് ചെയ്യാനുള്ള ഗുണങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് വരച്ചു കാണിച്ചു തന്നപ്പോ ഇതെന്തായാലും മീറ്റിംഗ് കേട്ടു നോക്കാന്ന് വിചാരിച്ചു. നളന്തയില് ഇപ്പൊ നിൽക്കുന്ന റെസ്റ്റോറന്റിന് മുകളിൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് അനീസ് സാറിൽ നിന്ന് ഈ വാക്കുകളൊക്കെ കേട്ടു. അന്ന് അനീസ് സാർ ഒരു GTS എടുക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. ഇത് 40 മിനിറ്റ് കൊണ്ട് ഒരു GTS അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അന്ന് അനീസ് സാർ സംസാരിക്കുന്ന ഓരോ വാക്കുകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ, ബിസിനസ്സിന് അദ്ദേഹം അന്ന് 20% പ്ലാൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അന്ന് ബാക്കി മൊത്തം കാര്യം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പൊ അത് കേട്ടപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ എന്റെ വീട്ടിൽ കുറെ പത്രങ്ങളൊക്കെ മറിച്ച് നോക്കുമ്പോൾ അന്ന് കണ്ടംകുളത്ത് ഏലാതിലേഹ്യത്തിനും കാൻഡിക്കും ആയുഷിന് അംഗീകാരം കിട്ടിയ ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ പത്രത്തെ ആളുകൾ ഞാൻ തപ്പിയെടുത്തു. അങ്ങനെ എന്ത് ചെയ്തു, അതില് കണ്ടംകുളത്തേക്ക് കിട്ടിയതിന്റെ ഭാഗമായിട്ട് വിദേശ രാജ്യത്തേക്ക് വരെ ഈ സാധനം കയറ്റുമതി ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയപ്പോ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്നും ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഗുണം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി. അങ്ങനെയാണ് ഇതിലെ ആദ്യത്തെ പ്രൊഡക്റ്റ് കവചപ്രാശ് എന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആ കവചപ്രാശ് എന്ന പ്രൊഡക്റ്റ് ഞാൻ റെഗുലർ ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ആ പ്രൊഡക്റ്റ് എന്നെ സംബന്ധിച്ച് ആദ്യം വിശ്വാസമില്ലാതെ തുടങ്ങിയതാണെങ്കിലും ഉപയോഗിച്ച് ഉപയോഗിച്ച് അതിനോട് എനിക്ക് താല്പര്യം കൂടി. കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു, ശ്വാസം മുട്ടലിന്റെ, അലർജീന്റെ, തുമ്മലിന്റെ ഒക്കെ പ്രശ്നം. ആ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം കിട്ടുവാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊഡക്റ്റിന് സാധിച്ചു. നമ്മളതിലൊരു പേസ്റ്റ് ഉണ്ടായിരുന്നു. ആ പേസ്റ്റ് ഉപയോഗിച്ച് നോക്കിയപ്പോ അമ്മയ്ക്ക് എന്ത് ചെയ്തു, ഒരുപാട് പല്ല് സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതിന് നല്ല മാറ്റം കിട്ടി. അങ്ങനെ ഓരോരോ പ്രൊഡക്റ്റിന്റെ മുകളിലും മാറ്റങ്ങൾ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഉൽപ്പന്നം കുഴപ്പമില്ല, കാരണം ഉപയോഗിക്കാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 2015 2016 കാലഘട്ടമൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചെറിയ രീതിയിൽ നമ്മളെ സംസാരത്തിനിടയിൽ ഇതിങ്ങനെ വെച്ചു കൊടുക്കും. ഞാൻ കളക്ഷന് പോകുമ്പോൾ ഓരോ ഷോപ്പിലും ഞാനൊരു ഏജൻസി എടുത്തിട്ടുണ്ട്, അതിന് നല്ല പ്രൊഡക്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് 1 2 പ്രൊഡക്റ്റ് ഷോപ്പുകാർക്ക് കാണിച്ചു കൊടുക്കും. പക്ഷെ ഒരു ഷോപ്പുകാർ പോലും സാധനം വാങ്ങൂല. കാരണം എന്താ ചെയ്യാ, എനിക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ആധികാരികമായി സംസാരിക്കാൻ അറിവില്ലാത്തത് കൊണ്ട് ഒരാളും എന്ത് ചെയ്യില്ല, അനീഷ പിന്നെ വാങ്ങാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, മാറ്റി വെക്കും. അങ്ങനെ ഓരോ ഷോപ്പിൽ കാണിക്കുമ്പോൾ ആരും വാങ്ങാതിരുന്നപ്പോ നിരാശനായി നിൽക്കുമ്പോഴാണ് ബെല്ലി സാറ് പറഞ്ഞത്, എടാ അതിന് വ്യക്തമായ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ദിവസം നമ്മൾ ട്രെയിനിങ്ങിനൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് ട്രെയിനിങ്ങിൽ പോയിരുന്നു.
ട്രെയിനിങ്ങിൽ പോയിരുന്നപ്പോഴാണ് ഈ ഉൽപ്പന്നം എങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്. തുടക്കകാലത്ത് ഞാൻ ഈ ബിസിനസ്സിൽ ചെയ്ത ഒരുപാട് അബദ്ധങ്ങളുണ്ട്. ഇപ്പൊ പുതിയ ഒരാളെ സംബന്ധിച്ച് ബെല്ലി സാറും ഈ മേഖലയിൽ ഫസ്റ്റ് ടൈം ആണ്, ഞാനും ഈ മേഖലയിൽ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ആ അബദ്ധങ്ങളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഇന്നത്തെ ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഓരോ വ്യക്തികൾക്ക് റൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പതുക്കെ പതുക്കെ കിട്ടുന്ന ഞായറാഴ്ച മാത്രം ഈ ബിസിനസ്സിലേക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, സമയം ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ചെറിയ രീതിയിൽ റീറ്റെയിൽ മാത്രമാണ്. അന്ന് ഒരാളോട് ബിസിനസ് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിന് പേരന്റ് കമ്പനിയിൽ പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ട് പല ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെപ്പോഴും കളിയാക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ കളിയാക്കുന്ന ആൾക്കാർക്ക് അന്ന് ഉത്തരം കൊടുക്കുവാൻ കഴിയാറില്ലായിരുന്നു. അപ്പോൾ ബിസിനസ് ആരോടും പറയാറില്ല. അങ്ങനെ ഉൽപ്പന്നം മാത്രം എന്ത് ചെയ്തു, മാർക്കറ്റ് ചെയ്തു. അങ്ങനെ ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ എന്ത് ചെയ്തു, ഉപയോഗിച്ച ആളുകൾക്കൊക്കെ ഇതിന് ഗുണം കിട്ടി തുടങ്ങി. ഗുണം കിട്ടി തുടങ്ങിയപ്പോൾ ഓരോരുത്തർ ഇത് വേണം, ഇത് വേണം, മറ്റേത് വേണം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഓരോ ആൾക്ക് സോറി സാധനങ്ങൾ കൊണ്ടുകൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് തുടക്കത്തിൽ ഈ ബിസിനസ്സിലേക്ക് ഞാൻ ഇറങ്ങിച്ചത്. അങ്ങനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു, ഈ ബിസിനസ് റൺ ചെയ്യിപ്പിച്ചു. റൺ ചെയ്യിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ 2017-16 കാലഘട്ടത്തിൽ എന്ത് വന്നു, ഗവൺമെന്റില് ഇന്ത്യ മൊത്തത്തില് കറൻസിയിൽ മാറ്റം വരുത്താൻ വന്നു. നോട്ട് നിരോധനം വന്നു. അപ്പൊ നോട്ട് നിരോധനം വന്നപ്പോൾ 2016 നവംബർ മാസമാണ്. അപ്പൊ ആ സമയത്ത് റെഡിമെയ്ഡ് ബിസിനസ്സിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന സമയമാണ്. പക്ഷെ ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഞങ്ങളുടെ ബിസിനസ് ഒക്കെ നല്ല ഹൈറ്റിൽ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങിപ്പോയി. സെയിൽസ് കൊണ്ട് കുറഞ്ഞു പോയി. അങ്ങനെയാണ് പല ആളുകൾക്കും എന്ത് ചെയ്ത്, പ്രൊഡക്ഷൻ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഫണ്ട് റേസ് ചെയ്യാൻ തുടങ്ങി. പല ആളുകളോട് ഞങ്ങൾ എന്ത് ചെയ്തു, പൈസ നമുക്ക് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കുറച്ച് പൈസ തരുമെന്ന് വെച്ചപ്പോൾ അവരാരും പൈസ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ പഴയ നോട്ട് മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്തു, ലക്ഷങ്ങൾ തന്നു. അങ്ങനെ ആ പൈസ വെച്ചിട്ട് പ്രൊഡക്ഷൻ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അവരോടൊക്കെ ഒരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, നിങ്ങൾ പെട്ടെന്ന് ചോദിക്കരുത്. കാരണം നവംബർ മാസമാണ് നോട്ട് നിരോധനം വന്നതെങ്കിൽ ഡിസംബർ ജനുവരിയോട് കൂടിയാണ് ഞങ്ങളൊക്കെ പൈസ മാറ്റി തുടങ്ങിയത്. അപ്പൊ അവരോടൊക്കെ ഒരു 6 മാസം കാലാവധി ചോദിച്ചു. നിങ്ങൾ പെട്ടെന്നൊന്നും ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് തരണ്ട്, ഒരു 6 മാസം ഇളവ് തരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൽ കുറച്ച് പേര് എന്ത് ചെയ്തു, പൈസക്ക് പെട്ടെന്ന് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പൈസ ചോദിച്ചു. 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ഒക്കെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടുന്ന് കൊടുക്കാൻ പറ്റും? എല്ലാ ബിസിനസ്സും ഒരു നോർമൽ റൗണ്ടിലേക്ക് കയറി വരുന്ന സമയമാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഈ ഒരു ബിസിനസ് റൺ ചെയ്യിക്കാനും പെട്ടെന്ന് ഇവർ ചോദിച്ച പൈസ കൊടുക്കുവാനും വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു, കടം വാങ്ങേണ്ടി വന്നു. കടം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോൺ എടുക്കലല്ല, ലോൺ കിട്ടൂല ഞങ്ങൾക്ക് സിബിൽ ഉള്ളതിനെ കൊണ്ട്. അങ്ങനെ പലിശക്ക് കടം വാങ്ങിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ആ പൈസയൊക്കെ വീട്ടി അതിന്റെ പലിശന്റെ പൈസയും ഒക്കെ കൂടി കൂട്ടിയിട്ട് ബിസിനസ്സിലേക്ക് വീണ്ടും ഇറക്കി കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുമ്പോഴാണ് 2017 കാലഘട്ടത്തിൽ GST നിലവിൽ വന്നത്. അപ്പൊ GST നിലവിൽ വന്നതിന്റെ ഭാഗമായിട്ടും ബിസിനസിനെ എന്ത് ചെയ്തു, ബാധിച്ചു. അപ്പൊ റെഡിമെയ്ഡ് ബിസിനസ്സിൽ ചെറിയ ചെറിയ ഒലച്ചിൽ വരാൻ തുടങ്ങിയപ്പോ ചെറിയ രീതിയിൽ എന്ത് ചെയ്തു, ഈ ബിസിനസ്സിൽ ഒരു ചടപ്പ് വരാൻ തുടങ്ങി. ചടപ്പ് മീൻസ് നമുക്ക് പ്രൊഡക്ഷൻ, ഈ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, വീണ്ടും വീണ്ടും പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് കച്ചവടം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ആദ്യം തന്നെ കുറച്ച് ഉൽപ്പന്നം വാങ്ങി ആ ഉൽപ്പന്നം വിറ്റിട്ടേ ഞാൻ അടുത്ത ഉൽപ്പന്നം വാങ്ങുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിലവിലുള്ള ഉൽപ്പന്നം വെച്ചിട്ടേ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ വീണ്ടും വീണ്ടും ഫണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യം വന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ബെല്ലി സാർ നിരന്തരം ഈ ബിസിനസിന്റെയും ഇതൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഈ ബിസിനസ്സിൽ എന്തെങ്കിലുമൊക്കെ മെച്ചപ്പെടുവാൻ പറ്റുമോ എന്നൊരു ആശയം വന്നത്. അങ്ങനെ അനീസ് സാറേയും ബെല്ലി സാറേയും ശൈലി സാറേയും കൂട്ടിയിരുത്തി ഒരു പ്ലാൻ ചെയ്തു. സാർ ഇതെന്താ പരിപാടി, ഇത് വിജയിക്കാൻ പറ്റുമോ, രക്ഷപ്പെടുമോ, അങ്ങനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു ഫസ്റ്റത്തെ ചോദ്യം ഇതാണ്: ഡിയർ ഫ്രണ്ട്സ്, അനീഷേ, നീ ഇപ്പൊ ചെയ്യുന്ന ബിസിനസ് വരുന്ന 10 വർഷം കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിനക്ക് എത്ര രൂപ ഏണിങ്സ് ഉണ്ടാക്കുവാൻ പറ്റും? എത്ര രൂപ നിനക്ക് ലാബിലിറ്റി ഉണ്ടാവും? നീ അന്ന് എന്താവും, ഏത് ലെവലിലേക്ക് എത്തും? അങ്ങനെ ഒരു ചോദ്യം ഓർക്കാപ്പുറത്ത് കേട്ടപ്പോ ഞാൻ ആലോചിച്ച് നോക്കി. ഇപ്പൊ തന്നെ ഈ ബിസിനസ് റൺ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടിട്ടാണ്. ഒരു 10 വർഷം കൂടി ഈ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കടം വാങ്ങി കടം വാങ്ങി കുഴികുത്തി കുഴി മൂടാന്നൊരു സിസ്റ്റം ഉണ്ട് കേരളത്തിൽ. ആ സിസ്റ്റത്തിലേക്ക് ഞാൻ പോകും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ ഫുള്ള് ബാധ്യതകൾ മൊത്തം ഒരു പേപ്പറിൽ എഴുതാൻ പറഞ്ഞു. മൊത്തം നമ്മളെ കടങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി. നിനക്ക് കിട്ടുവാനുള്ള പൈസ നീ ഒരു കാരണവശാലും നീ നോക്കണ്ട. മാർക്കറ്റിൽ ഇറക്കിയ പൈസ നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നീ കൊടുക്കുവാനുള്ള പൈസയുടെ ലിസ്റ്റിനെ വലുതാ.
ഈ ബിസിനസ് എന്നാലും വളരെ സീരിയസ് ആയി ചെയ്യുകയാണെങ്കിൽ വിജയിക്കാൻ പറ്റും. അതിന് ഏറ്റവും വലിയ തെളിവാണ് അനീഷ ഞാനെന്ന് പറഞ്ഞു നമ്മളെ ഗ്രേറ്റ് ലീഡർ അനിൽ സാർ. കാരണം അനീൽ സാറിനെ സംബന്ധിച്ച് അന്ന് ഡബിൾ ഹോഴ്സിന്റെ ഏജൻസി ഒക്കെ എടുത്തിട്ട് പൊട്ടി പാളീസായി നിൽക്കുന്ന സമയത്താണ് ഈ ബിസിനസ്സിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. അപ്പോ അനീസ് സാറ് പറഞ്ഞ ആ വാക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ആ സമയത്ത് മുബീൻ സാർ ഒരു പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുവരുന്നിരുന്നു. ഭ്രമരം 2018 എന്നാണ് പ്രോഗ്രാം. അപ്പൊ ആ ഒരു പ്രോഗ്രാം നീ കളർഫുൾ ആയിട്ട് ചെയ്യുവാൻ വേണ്ടി തീരുമാനം എടുക്കണം, നീ ഫാമിലിനെ മൊത്തം എന്ത് ചെയ്യണം, ആ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ആ പ്രോഗ്രാമിൽ ഞാൻ വെറും ഒരു ഇൻഡിപെൻഡന്റ് ഡിസ്ട്രിബ്യൂട്ടർ അല്ല, ഒരു DTC റാങ്കിനൊക്കെ എടുത്തിട്ടുണ്ട്. അന്നൊന്നും വലിയ BV കയറിട്ടായതല്ല, എങ്ങനെയൊക്കെയോ ആയി ബിസിനസ് പാർട്ട് ടൈമായി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട്. അങ്ങനെ ആ ഒരു പ്രോഗ്രാമിൽ ഏറ്റവും ബാക്കിൽ ഇരുന്നിട്ട് ആ പ്രോഗ്രാം മൊത്തം വീക്ഷിച്ചു. കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഏറ്റവും ബാക്കിലാണ് അന്ന് സീറ്റ് കിട്ടിയത്. അങ്ങനെ അവിടെ കാറ് കയറുന്നുണ്ട്, കുറെ ആൾക്കാർ അച്ചീവ്മെന്റ് വാങ്ങുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കിയപ്പം ഏറ്റവും ബാക്കിൽ നിന്ന് പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി അവിടെ ഇരുന്ന് തന്നെ ഞാൻ എന്റെ ഫാമിലിയെ വിളിച്ചിരുന്നിട്ട് ഞാൻ പ്ലാൻ ചെയ്തു, ഈ ബിസിനസ് ചെയ്താൽ രക്ഷപ്പെടും. കാരണം സ്റ്റേജിലേക്ക് ഒരുപാട് ആൾക്കാർ വലിയ വലിയ അച്ചീവ്മെന്റ് ഒക്കെ ഉണ്ടാക്കിയത് കണ്ടില്ലേ. ഞാൻ എന്റെ റെഡിമെയ്ഡ് ബിസിനസ് മാറ്റി വെച്ചിട്ട് ഫുൾ ടൈം ആയിട്ട് ബിസിനസ് ചെയ്താലോ എന്ന് ചോദിച്ചു. അപ്പൊ അവരെല്ലാരും പറഞ്ഞ ഉത്തരതാണ്, ചെയ്തോ, പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ പോരെ. കാരണം ഒരു ബിസിനസ് ഉണ്ടല്ലോ നിനക്ക്. കാരണം അവരുടെ എല്ലാവരുടെയും വിചാരം ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രക്തം ചാറ്റും മുകേഷ് അംബാനിനെ പോലെ വലിയ കോടികൾ ഉണ്ടാക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഓരോ റോളിങ് നടത്തുന്നത് നമുക്കല്ലാതെ വേറെ ഒരാൾക്കും കാണാൻ പറ്റില്ല. കാരണം ബിസിനസ് എന്ന് പറയുന്നത് ഷോ ഓഫ് ആണ്. നമുക്കൊരു രൂപ കടണ്ടെന്നോ ബുദ്ധിമുട്ടുണ്ടെന്നോ പുറമെ ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാല് നമുക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആ ഒരു പ്രതീക്ഷയിലാണ് പല ആൾക്കാരും എന്ത് ചെയ്യുന്നത്, ബിസിനസ്സിൽ ഷോ ഓഫ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്തു, അന്നൊരു തീരുമാനമെടുത്തു. അങ്ങനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു, ഫെബ്രുവരി 18 തീയതിയാണ് 2018 ഫെബ്രുവരി 18 തീയതിയാണ് ഭ്രമണം എന്ന പരിപാടി നടന്നതെങ്കിൽ ഏപ്രിൽ മാസത്തോടു കൂടി ഞാൻ റെഡിമെയ്ഡ് ബിസിനസ് പൂർണ്ണമായി മാറ്റിവെച്ച് ഈ MI ലൈഫ് സ്റ്റൈൽ എന്ന ബിസിനസ്സിലേക്ക് ഞാൻ എന്ത് ചെയ്തു, ഫുൾ ടൈം കരിയർ ആയിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഡെപ്ത് മനസ്സിലാക്കിയത്. നിലവിൽ എല്ലാ വർക്കുകളും മാറ്റിവെച്ചപ്പോൾ ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് മനസ്സിലായി. അങ്ങനെ നിരന്തരം ഓരോ ട്രെയിനിങ്ങിനും മീറ്റിങ്ങിനും അങ്ങോട്ട് പൈസ കൊടുത്ത് അറ്റൻഡ് ചെയ്തു. ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയുമ്പോൾ അവിടേക്കൊക്കെ പോകും, ഇതിനെക്കുറിച്ച് പഠിച്ചേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഈ ബിസിനസ്സിൽ 2019 ശൈലേഷ് ബാലൻ സാർ എന്ത് ചെയ്തു, ഈ ഭ്രമരം പരിപാടി പോലത്തെ ചെറിയ പ്രോഗ്രാം അദ്ദേഹം പ്ലാൻ ചെയ്തു. MI ഉത്സവം എന്നാണ് പ്രോഗ്രാം. അങ്ങനെ ആ ഒരു പ്രോഗ്രാമിൽ STC എന്ന റാങ്കിലേക്ക് എനിക്ക് ഉയരുവാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ ഈ ബിസിനസ്സിൽ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ വലിയ ടീമൊന്നുമില്ല, പക്ഷെ റീറ്റെയിൽ ഞാൻ കിങ് ആണ്. കാരണം എനിക്ക് പ്രൊഡക്റ്റിൽ നല്ല വിശ്വാസമുണ്ട്. കാരണം ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റുകളൊക്കെ എന്തുണ്ട്, നല്ല റിസൾട്ട് ഉണ്ട്. അപ്പൊ ആ റിസൾട്ട് വെച്ചിട്ട് ഞാൻ ഓരോ ആളുകൾക്ക് എന്ത് ചെയ്തു, ഉൽപ്പന്നങ്ങൾ കൊടുക്കുവാൻ തുടങ്ങി. പണ്ടും ഉൽപ്പന്നം കൊടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവർക്കൊക്കെ ID കൊടുക്കും. MRPക്ക് വേണമെങ്കിൽ നമുക്ക് വിൽക്കാം. MRPക്ക് വിറ്റാൽ നമുക്ക് നല്ല റീറ്റെയിൽ ലാഭം കിട്ടും, സത്യമാണ്. തുടക്കത്തിലൊക്കെ ഞാൻ MRPക്ക് വിറ്റ് റീറ്റെയിൽ ലാഭം വെച്ചിട്ട് ജീവിച്ചു. കാരണം മേഖലയിൽ നമ്മളൊരു മേഖല പൂർണ്ണമായിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ വരുമാനം വേണമല്ലോ. നമുക്കറിയാം, ഒരു പേസ്റ്റ് വിറ്റിൽ അന്ന് 50 രൂപ ലാഭം കിട്ടും. അപ്പൊ ഒരു ദിവസം 10 പേസ്റ്റ് വിറ്റ് കഴിഞ്ഞാൽ 500 രൂപ മിനിമം കിട്ടും നമുക്ക്. അപ്പോൾ നമ്മളെ ബാഗിലൊക്കെ നമ്മൾ ഉൽപ്പന്നം വെച്ചിട്ട് നമ്മൾ വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്തൊക്കെ പോയിട്ട് ഉൽപ്പന്നത്തെ കുറിച്ച് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യും. പക്ഷെ അതിനുശേഷം പറഞ്ഞു, ടീം ഉണ്ടാക്കിയാലേ നമ്മൾ നാളെ ഇരുന്ന് പോയാലും നമുക്ക് വരുമാനം കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയപ്പോ ചെറിയ ചെറിയ രീതിയിൽ ടീം ഉണ്ടാക്കുവാൻ വേണ്ടി ഉൽപ്പന്നം കൊടുക്കുന്ന ഓരോ ആളുകൾക്കും ഞാൻ എന്ത് ചെയ്തു, ID ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. ID ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ 1000 രൂപയുടെ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന ഒരാളോട് പറയും, ഒരു 1000 രൂപയുടെ ഉൽപ്പന്നം വാങ്ങുകയാണെങ്കിൽ ID റേറ്റ് നിങ്ങൾക്ക് സാധനം കിട്ടും, ഹോൾസെയിലേക്ക് നിങ്ങൾക്ക് സാധനം കിട്ടും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങുവാൻ പറ്റും. എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യും, നോട്ടീസ് അതിന് കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കും. ഈ നോട്ടീസ് ഒരു കാരണവശാലും നിങ്ങൾ കുട്ടികളിലോടത്ത് വെക്കരുത് പറയും. കാരണം എനിക്കൊരു അനുഭവം ഉണ്ടായതാ. ഞാൻ നമ്മളെ ഈ പ്രൊഡക്റ്റ് ഒക്കെ സംസാരിച്ചൊരു വീട്ടിൽ നമ്മൾ നോട്ടീസ് കൊടുത്തു. അങ്ങനെ നോട്ടീസ് കൊടുത്തു, അവർ അന്നേരം തന്നെ നോട്ടീസ് വാങ്ങി വെച്ചു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ആ വീട്ടിൽ വീണ്ടും പോയപ്പോ ആ നോട്ടീസ് കൊണ്ട് കുട്ടികൾ എന്തിന് തോണിയും കപ്പലൊക്കെ ഉണ്ടാക്കിച്ചിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ എനിക്ക് വളരെ വിഷമം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇതിനൊരു 5 രൂപ ചെലവുണ്ട്. അപ്പൊ നിങ്ങൾ പേപ്പറിന്റെ കൂടെ നോട്ടീസ് ഒക്കെ കിട്ടുമ്പോൾ ഞാനും തൊപ്പി ഉണ്ടാക്കലുണ്ട്, കപ്പലുണ്ടാക്കലുണ്ട്, ഒക്കെ ചെയ്യലുണ്ട്. പക്ഷെ ഇതിലുള്ള ഓരോ ഉൽപ്പന്നവും വളരെ എല്ലാ ആൾക്കാർക്കും നല്ല ഗുണം കിട്ടുന്ന സാധനമാണ്. എനിക്ക് പല വീട്ടിൽ നിന്നും ഈ നോട്ടീസ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് കോൾ വന്നിട്ടുണ്ട്. ആ നോട്ടീസിൽ ഫോൺ നമ്പർ വെക്കാനില്ലല്ലോ.
അതുകൊണ്ട് ചേട്ടൻ ഈ ഇത് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ആ വിഷമം ഞാൻ മനസ്സിലായി. കാരണം ഞാൻ പറഞ്ഞ സംസാരത്തിന്റെ ശൈലിയും ഞാൻ പറഞ്ഞതിന്റെ കണ്ടന്റ് മനസ്സിലാക്കിയപ്പോ അദ്ദേഹം പറഞ്ഞു സോറി, കാരണം മക്കളുടെ അടുത്ത് കളിച്ചു പോയതാണ്. ഇവിടെ പല ആളുകളും വിചാരിക്കുന്നത് വെച്ചാൽ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഒരു റിസൾട്ടും ഇല്ലാത്ത സാധനമാണ് പുറമേയുള്ള പല ആൾക്കാരും വിചാരം. പക്ഷേ കാലഘട്ടം അത് മാറ്റപ്പെടുത്തുന്നുണ്ട്. കാരണം ഇപ്പൊ പല ആൾക്കാർക്കും അറിയാം ഈ ഉൽപ്പന്നം ഉപയോഗിച്ചിരിക്കുന്ന ഒടുക്കത്തെ റിസൾട്ടാണ്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഉമർ ഉസ്താദ് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഓരോരോ റിസൾട്ടുകൾ എന്ത് ചെയ്യുന്നത് അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 2018 നമ്മൾ എന്ത് ചെയ്തു, ഭ്രമൻ എന്ന പരിപാടിയിൽ STC എന്ന റാങ്കിലേക്ക് കടന്നു വന്ന് ഈ ബിസിനസ്സിൽ നല്ല പെർഫോമർ എന്ന ലെവലിലേക്ക് മാറുവാൻ തുടങ്ങി. അങ്ങനെ 2019 എന്ത് ചെയ്തു, ഈ ബിസിനസ്സിൽ അദ്ദേഹം ഒരു ഇവന്റ് നടത്തി, ഭ്രമരം അല്ല MA ഉത്സവം എന്ന പ്രോഗ്രാം. അതിലും STC എന്ന റാങ്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ബിസിനസ്സിൽ റൺ ചെയ്തത്. ഈ ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടാറുണ്ട്. കാരണം നമ്മൾ പോകുന്ന എല്ലാ ആളുകളും നമ്മളെ നല്ല രീതിയിൽ സ്വീകരിക്കണമെന്നില്ല. കാരണം പല ആളുകളും നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ തന്നെ വാള് ഉള്ളിലുണ്ടെങ്കിൽ തന്നെ ഇല്ല എന്ന് പറയും. കാരണം ഈ ബിസിനസ് അല്ല, സെയിൽസുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെ എന്ത് ചെയ്യുമ്പോഴും നമ്മളെ ആദ്യം സ്വീകരിക്കണമെന്നില്ല. അതിന് ഏറ്റവും വലിയ തെളിവാണ് പണ്ട് നമ്മളെ വീട്ടിലൊക്കെ LIC ഏജന്റുമാർ വരാറുണ്ട്. LIC ഏജന്റുമാർ നമ്മൾ വരുമ്പോ നമ്മൾ എന്താ ചെയ്യുക, വേഗം റൂമിൽ പോ ഒളിച്ചു നിൽക്കുക ചെയ്യുക. പണ്ട് മരണക്കുറീന്റെ ആൾക്കാരെന്ന് നമ്മളെ വിളിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിലിപ്പോ LIC ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവാം. ഇപ്പൊ നമ്മൾ ഓരോ ആളുകളും ഏജന്റുമാരെ അങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്കൊരു മകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു മകൻ ഉണ്ടായിട്ടുണ്ട്, ആ കുട്ടിക്ക് പറ്റിയ നല്ലൊരു പ്ലാൻ എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞു തരുമെന്ന് പറഞ്ഞത് അങ്ങോട്ട് വിളിക്കുകയാണ്. കാരണം ഇന്ന് നമുക്കറിയാം ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടത് നമ്മുടെ ആവശ്യകതയാണ്. അതേമാതിരി ഈ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് നമ്മൾ ഒരാളടുത്ത് പോകുമ്പോൾ പല ആളുകളും ചിലപ്പോൾ വീട്ടിലുണ്ടെങ്കിലും ഇല്ല എന്ന് പറയും. പക്ഷേ നാളെ നമുക്കറിയാം ഇന്ന് കൂന് പോലെ വളർന്നു വരുന്ന രണ്ട് സാമ്രാജ്യങ്ങളാണ്, ഒന്ന് വിദ്യാഭ്യാസ മേഖലയും ഒന്ന് ആരോഗ്യ മേഖലയും. അപ്പൊ രണ്ട് മേഖലയിലും നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പക്കാ ബിസിനസ് എന്ന ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്കാ ബിസിനസ്. അപ്പൊ പക്കാ ബിസിനസ്സിൽ അവിടെ എന്ത് ചെയ്യില്ല, സ്നേഹത്തിനോ ദയക്കോ ഒരു പ്രാധാന്യമില്ല. അവിടെ കച്ചവടം നടക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പൊ നമ്മുടെ കൈകളിലുള്ള ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഗുണമേന്മയ്ക്ക് ഏറ്റവും വലിയ അംഗീകാരം കിട്ടിയ ആയുഷ് പ്രീമിയമാർക്ക് കിട്ടിയ ഉൽപ്പന്നങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച കൂടി കുറെ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു കഴിഞ്ഞു. ഈ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെ തന്നെ കമ്പനി ഏകദേശം 5-8ഓളം പ്രൊഡക്റ്റുകൾ ഇറക്കി കഴിഞ്ഞു. നമ്മൾ എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാൻ കുത്തിരുന്ന് കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു ദിവസം പോരാ. അത്രയ്ക്കും നോളേജ് വർദ്ധിപ്പിക്കുവാൻ പറ്റിയ സാധനമാണ്. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ പ്രൊഡക്റ്റ് ഒരുപാട് പഠിക്കാൻ വേണ്ടി പോകരുത്. പ്രൊഡക്റ്റ് ഒരുപാട് പഠിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ ഓപ്പർച്യൂണിറ്റി വിൽക്കുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ബിസിനസ് വളർത്തുവാൻ പറ്റുള്ളൂ. പ്രൊഡക്റ്റ് ഉൽപ്പന്നം വാങ്ങുന്ന ഏതൊരാളായാലും അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇന്ന് സോഷ്യൽ മീഡിയയും അതേമാതിരി എല്ലാ സാധനവും വളർന്നു പന്തലിച്ചു വരികയാണ്. എന്ത് നോളജ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ നോക്കിയാൽ നമുക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾ വിൽക്കേണ്ടത് നല്ല നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ലോകത്തെ ഏറ്റവും നല്ലൊരു സമ്പ്രദായമാണ് വിത്തൗട്ട് ലാൻഡ് ലേബർ ക്യാപിറ്റൽ. അതായത് മുടക്കുമുതലില്ലാതെ ബിസിനസ് ചെയ്യാൻ ഒരു ഏറ്റവും നല്ലൊരു മേഖലയാണിത്. ഇപ്പൊ ഞാൻ റെഡിമെയ്ഡ് ബിസിനസ് ആരംഭിച്ചത് 1000-2000 രൂപ കൊടുത്തിട്ടല്ല, ലക്ഷങ്ങൾ മുതൽ മുടക്കിയിട്ടാണ് ഞാൻ റെഡിമെയ്ഡ് ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. ആ റെഡിമെയ്ഡ് ബിസിനസ് ഞാൻ നിർത്തുമ്പോഴോ ലക്ഷങ്ങൾ എനിക്ക് കടബാധ്യതയാണ്. അപ്പൊ ഈ ബിസിനസ്സിൽ വന്നിട്ട് ലക്ഷങ്ങൾ കടബാധ്യതയുള്ള ആളുകളെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ല. കാരണം ഈ ബിസിനസ്സിൽ നമുക്ക് മിനിമം പാക്കേജ് ഒരു ഐഡിയ അടിക്കാൻ കമ്പനി പറയുന്നത് നിങ്ങൾ ഒരു 5000 രൂപയുടെ ഉൽപ്പന്നം വാങ്ങിയാൽ മതി. ആ 5000 രൂപയുടെ ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞാൽ കമ്പനി എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻ ഐഡി തരാണ്. ആ ഉൽപ്പന്നം കമ്പനി തരുന്ന ഉൽപ്പന്നമല്ല നിങ്ങൾ വാങ്ങണം, നിർബന്ധിക്കുന്ന ഉൽപ്പന്നമല്ല. നിങ്ങൾക്ക് എന്ത് ഉൽപ്പന്നമാണ് വേണ്ടത് ആ ഉൽപ്പന്നം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5000 രൂപയ്ക്ക് ആക്കി വാങ്ങാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ സുതാര്യമായി ചെയ്യുവാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ബിസിനസ്. ഏതൊരാൾക്കും പഠിപ്പിക്കാൻ പറ്റിയ നല്ല പ്ലാനാണ്. നാം ഒന്ന്, നമുക്ക് രണ്ട്. ഒരാളോട് പറയാം നമ്മളിന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മളെ സംബന്ധിച്ച് 2 പേരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ. പല ആളുകളും പറയും സാറേ 2 പേരെ കിട്ടുന്നില്ലല്ലോ എന്നറിയും. ഈ 2 പേരെ കിട്ടാത്തതിന് പ്രധാന കാരണം എന്താ, ഒന്ന് നമ്മൾ പറയുന്ന രീതിയിൽ വരുന്ന മാറ്റം, പിന്നെ രണ്ടാമത് നമ്മൾ ആളുകളെ സെലക്ട് ചെയ്യുമ്പോഴും ഒരു കണ്ടന്റ് ഉണ്ട്. അപ്പൊ നമ്മള് രക്ഷിതാവായ നമ്മള് ഒരു മകളുടെ പിതാവാണ് അല്ലെങ്കിൽ മാതാവാണ് നിങ്ങളെന്ന് വിചാരിക്കുക. ആ മകളെ കല്യാണം കഴിപ്പിക്കാൻ പോകുന്ന വ്യക്തിയെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവില്ല. ജോലി
നല്ല ജോലി, നല്ല കുടുംബം, നല്ല സ്വഭാവത്തിനുടമ, ഇങ്ങനെയൊക്കെ ആവണം നമുക്കൊരു ധാരണ ഉണ്ടല്ലോ. അതേമാതിരി തന്നെ നമ്മളെ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ആളുകളെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം. ഇങ്ങനെ തന്നെ ആളുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആദ്യം തന്നെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന 5-10 ആൾക്കാരുടെ മുഖം നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഉണ്ടാവും. ആ 5-10 ആൾക്കാർ വരണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം അങ്ങനെയെങ്കിൽ ഞാനൊക്കെ എന്നോ വലിയ ലെവലിൽ എത്തിപ്പോകും. കാരണം ഞങ്ങൾ യുണൈറ്റഡ് ഫ്രണ്ട്സ് എന്നൊരു ഗ്യാങ് ഉണ്ട്. ഡിഗ്രി പഠിക്കുന്ന അന്ന് മുതൽ ഞങ്ങൾ 8 പേരുടെ ഒരു ഗ്യാങ് ആണ്. എന്തിനും ഏതിനും ഒക്കത്തിനും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ടീമാണ്. ആ ഗ്യാങ്ങിൽ ഞങ്ങൾ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഞാനൊരു സാറ് സംസാരിച്ചപ്പോൾ അതിലൊരു കുട്ടി പോലും ഇന്നേ വരെ എന്ത് ചെയ്തില്ല, ഐഡിച്ചില്ല. അതിൽ ഒരു കുട്ടി മാത്രമാണ് നമ്മൾ ഉൽപ്പന്നം വാങ്ങിയത്. അതായത് 8 പേരിൽ 2 പേര് കഴിച്ച 6 പേര്. ആ 6 പേരിൽ ഒരാൾ മാത്രമാണ് നമ്മൾ ഉൽപ്പന്നം വാങ്ങിയത്. ബാക്കി 5 പേര് ഇന്നേ വരെ നമ്മൾ കയ്യിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങിയില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റി നിർത്തുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും അവർ കാണുന്നുണ്ട്. ഓരോ മാറ്റങ്ങൾ കാണുമ്പോൾ ഇപ്പൊ അവർ പറയുന്ന വാക്ക് വേറെയാണ്. നിങ്ങൾക്കൊക്കെ കഴിവുണ്ട്, ആളുകളോട് സംസാരിക്കാനുള്ള ടാലന്റ് ഉണ്ട്, നിങ്ങൾ ആൾക്കാരെ വീഴ്ത്താനുള്ള കഴിവുണ്ട്. സത്യം പറഞ്ഞാല് ഇതിന് നമ്മൾ ആരെയും വീഴ്ത്താണോ? ഇപ്പൊ ഞാനിപ്പോ സംസാരിക്കുന്നത് സെയിൽസുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഞാൻ എന്റെ ഒരു അനുഭവം നിങ്ങളായിട്ട് ഒരു മണിക്കൂർ ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഷെയർ ചെയ്യാണ്. അപ്പൊ അനുഭവം ഷെയർ ചെയ്യുമ്പോൾ ചെറിയ ആൾക്കാർക്ക് ആ അനുഭവം ക്ലിക്ക് ആവും, എല്ലാവർക്കും ക്ലിക്ക് ആവണ ഒരു നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ആ അനുഭവം കേൾക്കുന്ന ഒരു വ്യക്തി പറയാണ് എനിക്കും നിങ്ങളെ കൂടെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയും. അതാണ് ഡിയർ ഫ്രണ്ട്സ് ഈ ബിസിനസ്. അങ്ങനെ എന്ത് ചെയ്തു, 2018 കഴിഞ്ഞ് 2019 STC എന്ന റാങ്കിൽ തന്നെയാണ്. 2020 ഡിയർ ഫ്രണ്ട്സ് കൊറോണ എന്ന മഹാമാരി നമ്മളെ ലോകത്ത് വന്നത്. ആ കൊറോണ വന്നപ്പോ എല്ലാവരുടെയും ബിസിനസ് ഇതേമായി കയറി ഇതേമായി താഴോട്ട് വന്നു. നമുക്കറിയാം എന്തു ചെയ്യണമെന്ന് ഒരാൾക്കും ഐഡിയ ഇല്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡറായ IT ശൈലേഷ് ബാലൻ സാറ് ഒരു ചെറിയൊരു ക്ലാസ് ഓൺലൈനായി തുടങ്ങിയത്. അന്നാണ് നമ്മൾ ഈ സൂമൊക്കെ അതിന് ശേഷം വന്നതാണ്. അന്ന് അദ്ദേഹം വാട്സപ്പിൽ എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെയും ഒരു വാട്സപ്പ് കോഴ്സ് എന്ന പരിപാടി ആരംഭിച്ചു. ആ ആരംഭിച്ച ഒരു വലിയ സാധനമാണ്, കാരണം ഈ പ്രൊജക്റ്റാണ് അദ്ദേഹം കൊണ്ടുവന്നത്. ആ കൊറോണ വന്ന മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലൊക്കെ നമ്മളെ ഓരോ ആളുകളുടെയും ചലനശേഷി നഷ്ടപ്പെടാതെ, ആ വീര്യം നഷ്ടപ്പെടാതെ നമുക്ക് മുന്നോട്ട് ചലിക്കുവാനുള്ള സാധനം കൊണ്ടുവന്നതാണ് ഇദ്ദേഹം. കാരണം നല്ലൊരു പ്രൊജക്ട്, നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ ടീമിനെ നയിക്കണം, ഒക്കെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തു, വാട്സപ്പ് കൂടെ കോഴ്സ് ആരംഭിച്ചു. അങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ ഒരു RRT വളണ്ടിയറും കൂടിയാണ്. കൊറോണയ്ക്ക് നമുക്ക് ആർക്കും പുറത്തിറങ്ങാൻ പറ്റില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ സ്ഥലത്തും പോകുവാനുള്ള അംഗീകാരമുണ്ട്, ലൈസൻസ്. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്തു, കവചപ്രാശ് എന്ന പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ കവചപ്രാശം പ്രൊമോട്ട് ചെയ്യാനുള്ള പ്രധാന കാരണം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് എന്നാണ്. അങ്ങനെ കോഴിക്കോട് PUCയിലും എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാണ്, അന്ന് ടോക്കൺ സിസ്റ്റം ആണ്. രാവിലെ 8 മണിക്ക് നമ്മളെ കമ്പനീന്റെ സെർവർ ഓൺ ആക്കും. കറക്റ്റ് ആ സമയത്ത് ബുക്ക് ചെയ്ത ടോക്കൺ കിട്ടും. അങ്ങനെ ടോക്കൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഉൽപ്പന്നം അവിടെ പോയി വാങ്ങാം. അങ്ങനെ കോഴിക്കോടും ഉൽപ്പന്നം ഇല്ലാത്ത അവസരം വന്നപ്പോ കർണാടകയില് ബോണിക്കുപ്പ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ PUC ഉണ്ട്. അവിടെ വരെ പോയിട്ട് പെട്ടി കണക്കിന് കവചപ്രാശം കൊണ്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ബിസിനസ് ആ കൊറോണ സമയത്ത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, വളർത്തുവാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ ഈ കമ്പനിയുടെ RTC എന്ന റാങ്കിലേക്ക് എന്ത് ചെയ്തേ, കൊറോണ കാലഘട്ടത്തിൽ 2020 കാലഘട്ടത്തിൽ എനിക്ക് എത്തിച്ചേരാൻ കഴിയുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നല്ല രീതിയിൽ ബിസിനസ് നടന്നു. 2021 എനിക്ക് ഒരു സ്വപ്നം വന്നു. കാരണം ഒരു വാഹനം ഉണ്ടായിരുന്നു, ചെറിയ വാഹനമായിരുന്നു. ആ വാഹനം 15 വർഷം കഴിഞ്ഞ വാഹനം എന്ത് ചെയ്യണം, ഒന്നെങ്കിൽ പൊളിക്കാൻ കൊടുക്കണം, അല്ലെങ്കിൽ റിന്യൂവൽ ചെയ്യണം. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആ വാഹനം വിറ്റ ഒന്നും കിട്ടൂല. സെന്നസ്റ്റിലോ എന്ന കാറായിരുന്നു. അങ്ങനെ എനിക്കൊരു വാഹനം ഈ ബിസിനസ് കൂടെ വാങ്ങണം എന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെയാണ് ഒരുപാട് വാഹനം ഞാൻ തേടി നടന്നു, ഏത് കാറ് വാങ്ങണം. അങ്ങനെ ടാറ്റേനെ വണ്ടി പോയി നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ മാരുതിന്റെ വണ്ടി പോയി നോക്കി, ഹുണ്ടായിന്റെ വണ്ടി പോയി നോക്കി. അവസാനം എനിക്ക് നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അങ്ങനെയൊക്കെ ഞാൻ നോക്കിയപ്പോ ഡിക്കിലുള്ള ഒരു കാറാണ് നല്ലത് മനസ്സിലായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഹോണ്ടന്റെ അമേസ് കാർ, ഏകദേശം 10 ലക്ഷം രൂപ വില വരുന്ന ഹോണ്ടന്റെ അമേസ് കാർ 2021 ഏപ്രിൽ മാസം, ഇപ്പോഴത്തേക്ക് 4 വർഷം ഞാൻ വണ്ടി വാങ്ങിയിട്ട് പൂർത്തീകരിച്ചു. 5ാമത്തെ വർഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഈ കാറ് നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ച്
മൈ ലൈഫ് കമ്പനി എനിക്ക് കാർ കൊണ്ട് തന്നതില്ല. പല ആളുകളും കമ്പനി കാർ കൊടുത്ത് വീട് കൊടുത്തു എന്നൊക്കെ പറയും. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. കമ്പനി ഒന്നും കൊടുക്കുന്നില്ല. കമ്പനി കൊടുക്കുന്നത് എന്താണ്? കമ്പനി ഓപ്പർച്യൂണിറ്റി ആയി അതിന് നല്ല പറ്റിയ പ്രൊഡക്റ്റുകൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങൾ പൂവണിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സാമ്പത്തികമായിട്ട് വരുമാനം വേണം. വരുമാനം കമ്പനി എല്ലാ ബുധനാഴ്ചയും വക്ക് പൊട്ടാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കമ്പനി അയച്ചു തരുന്നുണ്ട്. വരുമാനമുള്ള ഓരോ ലീഡേഴ്സിനോട് ചോദിച്ചു നോക്കൂ. എല്ലാ ആഴ്ചയും വരുമാനം കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ വരും. കാരണം ശമ്പളക്കാരന് മാസത്തിലേ ശമ്പളം കിട്ടുള്ളൂ. കൂലിപ്പണിക്കാരന് ഡെയിലി കൂലി കിട്ടും. നമുക്കതല്ല, എല്ലാ ആഴ്ചയും നമുക്ക് എത്ര രൂപ വരുമാനം വേണം? നിങ്ങൾ ഇപ്പൊ ഒരു ചെക്ക് എഴുതി വെച്ചോളൂ. ഈ മാസം നിങ്ങൾക്ക് എത്ര രൂപ വരുമാനം വേണം? ഹലോ, സാറ് കേൾക്കുന്നുണ്ട്, ആരോ ഒന്ന് കളിക്കുന്നുണ്ട് റിമി സാറേ. കുഴപ്പമില്ല, കണ്ടിന്യൂ ചെയ്തൂടെ? ഓ കണ്ടില്ല സാറേ, കണ്ടില്ല. ഒരു വൈറ്റ് ബോർഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ആരെങ്കിലും വൈറ്റ് ബോർഡ് ഓൺ ആക്കിയിട്ട് ഓഫ് ആക്കിയാണ്. ആ, അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏത് മേഖലയിൽ ഇപ്പൊ നിങ്ങൾക്ക് എത്ര രൂപ കടമുണ്ട്, ആ കടം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ കടം എഴുതി വെക്കുക. ആ കടം നിങ്ങൾ നിലവിൽ ചെയ്യുന്ന മേഖലയിൽ വീട്ടുവാൻ എത്ര താമസം പിടിക്കും, എത്ര വർഷം വേണ്ടി വരും, അതൊക്കെ കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചെങ്കിൽ പ്രിപ്പറേഷൻ എന്നൊരു സാധനമുണ്ട്. ആ ഒരു സാധനമാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. കാരണം ഞാൻ 2021 കാറ് വാങ്ങുമ്പോൾ എന്റെ വീട്ടിലേക്ക് ഒരു വണ്ടി കയറാനുള്ള അവസരം പോലും ഇല്ല. 4 പൂട്ട് വഴിയ വീട്ടിലേക്കുള്ളത്. അപ്പൊ കാറ് മിക്കവാറും റോട്ടുമ്പിലും പല ആളുകളുടെ വീട്ടിലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്നെ സംബന്ധിച്ച് നമ്മളൊരു വീട്ടില് വലിയൊരു കാറ് വാങ്ങിയിട്ട് വെക്കാനുള്ള ചാൻസ് നമുക്ക് കിട്ടിയില്ല. പക്ഷേ 2022 ഞാൻ എന്ത് ചെയ്തു? ഈ ബിസിനസ് എന്തായാലും നല്ല രീതിയിൽ ചെയ്യണം, നല്ലതുപോലെ ചാക്കണം, ഒരു വഴി ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായി. അങ്ങനെ ഈ ആഗ്രഹം ഞാൻ പല ആളുകളോട് പറയാൻ തുടങ്ങി. എനിക്കൊരു വഴി കിട്ടാണ് നല്ലത് എന്ന് പറഞ്ഞു. അന്ന് മുതലേ പറയാൻ തുടങ്ങി. അപ്പൊ നമുക്കറിയാം, ആളുകൾക്ക് നമുക്കൊരു ആവശ്യമുണ്ട് എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും? ഡിമാൻഡ് കൂടും. അതായത് നമുക്ക് കാറുണ്ട്, അവന് വീട്ടിൽ കയറാൻ വഴിയും വേണം. അങ്ങനെയാണെങ്കിലേ നമ്മൾ ചോദിച്ച പൈസ കൊടുക്കാൻ തയ്യാറാണ്. ആ ലെവലില് ആൾക്കാർ അവിടെ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് 2022 എന്ത് ഈ ബിസിനസ്സിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയപ്പോ കമ്പനി പറഞ്ഞു, അനീഷയെ, കമ്പനി മിനിമം പൈസ കൊടുക്കുന്നത് ആഴ്ചയിൽ 450 രൂപയാണെങ്കിൽ പരമാവധി കൊടുക്കുന്നത് 2,10,000 രൂപ വരെ കമ്പനി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അതെന്തായാലും വാങ്ങണം എന്നൊരു വാശി വന്നു. അങ്ങനെ 2022 ഫെബ്രുവരി 14 എന്ത് ചെയ്തു? ഈ 2,10,000 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് കമ്പനി ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഈ ബിസിനസ് ഞാൻ ഇപ്പോ 2,10,000 വാങ്ങിയത് റെഗുലർ ആയിട്ട് വാങ്ങിയല്ല. കാരണം കമ്പനി കൊടുക്കുന്ന ഏറ്റവും ചെറിയ പേ ഔട്ട് എത്രയാ? 450 രൂപ. അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ കമ്പനി കൊടുക്കുന്ന പരമാവധി ഇൻകം എത്രയാണ്? 2,10,000 രൂപ. അത് എനിക്കും വാങ്ങുവാൻ പറ്റും എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിയർ ഫ്രണ്ട്സ് എന്ത് ചെയ്തത്? ആ സീലിംഗ് ലെവലിലേക്ക് ഞാൻ മാറിയത്. അങ്ങനെ സീലിംഗ് ഒക്കെ അടിച്ചു. 2022 നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അങ്ങനെ 2023 എന്ത് ചെയ്തു? ഈ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2024 കമ്പനിയിൽ NTC എന്ന റാങ്കിലേക്ക് മാറുവാൻ പറ്റി. ഈ 2023 എനിക്ക് വേറൊരു സുഖം കിട്ടി. ഞാൻ പറഞ്ഞല്ലോ, 2021 ഞാൻ കാറ് വാങ്ങിയ സമയത്ത് തന്നെ പല ആളുകളോട് ഞാൻ പറയാൻ തുടങ്ങി, എനിക്കൊരു വഴി കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ 2023 നവംബർ മാസം എന്റെ വീട്ടിലേക്കും കാറ് കയറുവാനുള്ള ഒരു വഴി ഞാൻ റെഡിയായി. കാരണം ഈ ബിസിനസ്സിൽ എനിക്ക് കിട്ടിയ വലിയൊരു ക്വാളിറ്റി എന്താ അറിയോ? ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരാളാണ്. എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി മുറിച്ചിട്ട് പറഞ്ഞോളൂ. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ക്ഷമ എന്നൊരു വാക്ക് ഞാൻ പഠിച്ചു. കാരണം നമ്മൾ വിളിക്കുന്ന ആ ഒരൊറ്റ കുട്ടി നമ്മൾ വിളിക്കുന്ന വഴിക്ക് വരില്ല. പണ്ടുള്ള ആൾക്കാരല്ലേ വിളിക്കുന്ന വഴിക്ക് വന്നില്ലെങ്കിൽ പോകുന്ന വഴിക്ക് തെളിക്കുക എന്ന് പറഞ്ഞല്ലേ, ആ സിസ്റ്റാണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾക്ക് വിധേയമാണ്. അതിനാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ലീഡർ ആകുവാൻ എന്താ വേണ്ടത്? ഒരു ലീഡർ ആകുവാൻ നമ്മൾ എന്താ വേണ്ടത്? ഇപ്പൊ കരുണാകരൻ ലീഡർ നമ്മൾ വിളിക്കുന്ന ഒരാളാണ്. അതായത് കരുണാകരൻ പറയല്ല ഞാൻ ലീഡറാണ്. അതേമാതിരി ലീഡർ എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. അതാകുവാൻ എന്താ വേണ്ടത്? അതിന് ആദ്യം വേണ്ടത് ഡിയർ ഫ്രണ്ട്സ് റിലേഷൻഷിപ്പാണ്. നല്ല റിലേഷൻഷിപ്പ്, ബന്ധങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. ഉണ്ടാക്കിയ ബന്ധങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്നെ ഇപ്പൊ ഈ മീറ്റിംഗിലേക്ക് നിങ്ങൾ ക്ഷണിച്ചു. എന്തുകൊണ്ടാണ്? നമ്മളൊക്കെ ഒരു കുടുംബമാണ്, ഒരു ഫാമിലിയാണ്, ഒരേ ബിസിനസ്സാണ് ചെയ്യുന്നത്. പക്ഷെ എന്ന് എനിക്ക് നിങ്ങളെ മീറ്റിംഗിൽ വന്ന് 2 വാക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം തന്നു. എന്തുകൊണ്ട്? അത് നമ്മുടെ ലീഡേഴ്സ് നമ്മളൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധങ്ങൾ കൊണ്ട് അവരുടെ ബിസിനസ്സിലേക്കും എനിക്ക് എന്റേതായ അനുഭവങ്ങൾ 10 ആൾക്കാരോട് പറയുവാനുള്ളൊരു അവസരമാണ് നിങ്ങളും എനിക്ക് തന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നല്ല നല്ല ബന്ധങ്ങൾ നിലനിർത്തുവാനുള്ള കഴിവുള്ള ഒരാൾക്ക് ലീഡർഷിപ്പിലേക്ക് വരുവാൻ പറ്റും.
രണ്ടാമത് ഇനിഷ്യേറ്റീവ് എടുക്കണം, അതായത് അതിന് മുൻകൈ എടുക്കണം. അതായത് നമ്മൾ എന്ത് സാധനം ചെയ്യുന്നതിന് മുന്നേ അതെങ്ങനെയൊക്കെ ചെയ്യണം നമ്മൾ മുൻകൈ എടുക്കണം. അതായത് നമ്മൾ സ്നേഹിക്കേണ്ടത്, തീർച്ചയായും നമ്മൾ സ്നേഹിക്കേണ്ടത് ആരെയാണ്? മനുഷ്യന്മാരെയാണ്. ഇപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന ആരെയാണ്? മൊബൈല്, ലാപ്ടോപ്പ്, കാറ്, അങ്ങനത്തെ സാധനത്തിനെയാണ്. അതിനൊന്നും നമ്മൾ സ്നേഹിക്കേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി ടാഞ്ചിബിൾ അസറ്റ് ആണ്. അതായത് നമുക്ക് അതിനെ ഷേപ്പ് ചെയ്യാനൊന്നും പറ്റില്ല, അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. പക്ഷെ നമ്മൾ മനുഷ്യന്മാരെ സ്നേഹിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഞാൻ ഡെയിലി ഗുഡ് മോർണിംഗ് മെസ്സേജ് വിടുന്ന ഒരാളാണ്. എനിക്ക് പല സ്ഥലത്തുനിന്നും പല ബുക്കുകളും ഞാൻ വായിക്കാറുണ്ട്. ഇപ്പൊ എന്റെ മേശപ്പുറത്ത് തന്നെ ഒരുപാട് ബുക്കുകളുണ്ട്. അപ്പൊ അതിൽ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യാണ്, ടൈപ്പ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഓരോ ആളുകൾക്കും രാവിലെ തന്നെ പ്രചോദനമായിക്കോട്ടെ എന്ന് വെച്ചാൽ അയക്കുന്നതാണ്. അപ്പൊ ആ മെസ്സേജ് കിട്ടുമ്പോൾ തന്നെ പല ആളുകളും എനിക്ക് എന്ത് ചെയ്യും, തിരിച്ചിങ്ങോട്ട് റിപ്ലൈ തരും. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നല്ല രീതിയിൽ ബന്ധങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി എനിക്ക് സാധിക്കുന്നുണ്ടെന്ന് അതിന്റെ ഒരു അർത്ഥമാണ്. പിന്നെ ഞാൻ വലിയൊരു സംഭവമല്ല. കാരണം നമ്മൾ ഓരോ റാങ്കിൽ നിന്നും മുകളിലേക്ക് വരും തോറും നമ്മൾ എന്തായത്, നമുക്ക് വരുന്ന വലിയൊരു പ്രശ്നമാണ് ഈഗോ എന്ന സാധനം വരും, അഹങ്കാരം എന്ന സാധനം വരും. ഈ രണ്ട് സാധനം നമ്മുടെ നാശത്തിന് വിധേയനാകും. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മാമ്പഴക്കാലമാണ്. പല നാട്ടിലും പല മാവുകളും ഏറ്റവും കൂടുതൽ മാങ്ങ ഉണ്ടാവുന്ന സമയമാണ്. ഇപ്പൊ നിങ്ങൾ ഈ മാവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ടി, ഏറ്റവും നല്ല രീതിയിൽ പൊന്തിപ്പോയ മാവൊക്കെ ഇപ്പൊ താന്നു തരുന്നുണ്ട് നമുക്ക്. എന്താണ്, അതിൽ നല്ല കായ്ക്കനികൾ വന്നപ്പോ ഭൂമിയോളം അവർ നമുക്ക് എന്ത് ചെയ്യാണ്, താന്നു തരികയാണ്. അതേമാതിരി ഈ ബിസിനസ്സിൽ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എളിമയുള്ളവനാകണം. കാരണം എന്തിനോടും ഏതിനോടും നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുന്ന മാതിരി തന്നെ നമ്മളെ വളർത്തുന്നത് ആരാണ്? നമ്മളെ വളർത്തുന്ന ടീമാണ്. അപ്പൊ ടീമിനോട് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ഒരു റിലേഷൻഷിപ്പും വേണം, ഒരു നല്ല എന്ത് വേണം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ടും വേണം നമുക്ക്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പല ആളുകൾക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കയറ്റങ്ങളോ ഇറക്കങ്ങളോ ഉണ്ടാവും. ചില ആളുകളെ ബിസിനസ് പോകുന്നത് നേരെയാവാം, രണ്ട് ബ്രാഞ്ച് തുല്യമായിട്ട് പോകുന്നവരുണ്ടാവാം. ചില ആളുകളെ സംബന്ധിച്ച് ഒരു ബ്രാഞ്ചിൽ കുറച്ച് ബിസിനസ് അധികമുണ്ട്, ഒരു ബ്രാഞ്ചിൽ ബിസിനസ് കുറച്ച് കുറവാണ്. ആ ബിസിനസ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ബിസിനസ് വർദ്ധിപ്പിക്കുവാൻ വേണ്ട കാര്യങ്ങൾ വേണം. അവിടെയാണ് നമ്മൾ കോളിംഗ് എന്ന സാധനം. അതായത് നമ്മൾ ബ്രാഞ്ചിൽ ബിസിനസ് കൂടുതലുള്ള ഭാഗത്തേക്ക് ഏകദേശം എന്ത് ചെയ്യണം, 70% കോളിംഗ് പോകണം, 30% നമ്മൾ വർക്ക് കൊടുത്താൽ മതി. പക്ഷെ ബിസിനസ് കുറവുള്ള ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, 70% നമ്മൾ വർക്കാ വെക്കുന്നത്, 30%മേ കോളിംഗ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും തുല്യമായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ഈ ബിസിനസ്സിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക. അല്ല ചില ആൾക്കാർ പറഞ്ഞു, എന്റെ ഒരു വൺ സൈഡ് ഡയമണ്ടിന്റെ റാങ്ക് ഉണ്ട്, ഡയമണ്ടിന്റെ BV ഉണ്ട്, 5 കോടി BV ഉണ്ട്, ഇപ്പുറത്തെ ബ്രാഞ്ചിലോ ആരുമില്ല. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് ബ്രാഞ്ചിനെയും നമ്മൾ തുല്യമായി കൊണ്ടു നടക്കാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ, അത് മൂത്ത കുട്ടി ഉണ്ടെങ്കിൽ, രണ്ടാമത്തെ കുട്ടി ജനിച്ചും പോയെങ്കിൽ മൂത്ത കുട്ടീനെ നമ്മൾ കൈ പിടിക്കുവാനും രണ്ടാമത്തെ കുട്ടീനെ നമ്മൾ ഒക്കത്ത് വെക്കുവാനും പഠിക്കുകയാണെങ്കിൽ ഈ ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പോരായ്മകൾ എന്തൊക്കെ. ഒരു വ്യക്തി 100% പെർഫെക്റ്റ് അല്ല. അപ്പൊ നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. ഇപ്പൊ എനിക്ക് നിങ്ങൾക്ക് വേണ്ട ചൂണ്ടിക്കാണിക്കാൻ പറ്റും, ഒരുപാട് പോരായ്മകൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഓരോ വ്യക്തികൾക്ക് ഓരോരോ പോരായ്മകളുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളെ പോരായ്മകൾ ആദ്യം എഴുതി വെക്കുക. ആ പോരായ്മകൾ എഴുതി വെച്ചിട്ട് ഈ ബിസിനസ്സുമായി കണക്ട് ചെയ്തിട്ട് അതെങ്ങനെ നിങ്ങൾക്ക് എന്ത് പറ്റും, ആ പോരായ്മ മാറ്റാൻ പറ്റും. സൊല്യൂഷൻ ആണല്ലോ ആ സൊല്യൂഷൻ. ആ പോരായ്മ, ഇപ്പൊ ചില ആൾക്കാർ പറയും എനിക്ക് GTSലേക്ക് ആളെ വിളിക്കുവാൻ കഴിയുന്നില്ല, ഒരു പോരായ്മയാണ്. അപ്പൊ ചില ആൾക്കാർ പറയും എനിക്ക് സെയിൽസ് ക്ലോസ് ചെയ്യുവാനുള്ള കഴിവില്ല. നല്ല നല്ല ആൾക്കാരൊക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ എന്റെ ലീഡർമാര് എന്റെ കൂടെ വരുന്നത് അവർക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എത്ര വലിയ ലീഡർമാരെ നിങ്ങളെ കോണ്ടാക്ടിന്റെ കൂടെ കൊണ്ടുപോയിക്കോളി, ആ വ്യക്തി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളെന്ന വ്യക്തി ഒറ്റ വാക്ക് പറയണം, എടാ ഞാനിത് ശക്തമായി ചെയ്യുന്നുണ്ട്, എന്തായാലും നീ എന്റെ കൂടെ നിൽക്ക്. അത് നിങ്ങളുടെ വാക്കാണ്. കാരണം നിങ്ങളെ ലീഡർക്ക് ചിലപ്പോ എല്ലാ കാര്യങ്ങളും ആധികാരികമായിട്ട് സംസാരിച്ച് അവിടെ ചെയ്യാൻ പറ്റും, സെയിൽസ് എടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ഒരൊറ്റ വിശ്വാസമാണ് ഡിയർസ് അവിടുത്തെ സെയിൽസ് മുറിയുന്നത്. അത് നിങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ശക്തമായിട്ട് ഈ ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റും. പല ആളുകളുടെയും പ്രധാന പ്രശ്നം വെച്ചാൽ എല്ലാ ആഴ്ചയും നമുക്ക് വരുമാനം കിട്ടണം. ഈ എല്ലാ ആഴ്ചയും വരുമാനം കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു പണി, ഇന്ന് ശനിയാഴ്ചയാണ്, എല്ലാ വെള്ളിയാഴ്ചയും സെയിൽസ് ക്ലോസ് കഴിഞ്ഞാൽ ശനിയാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടീമിന്റെ ചെറിയ ടീമാണെങ്കിൽ ചെറിയ ടീം, ആ ടീമിനെ ഒരു സ്ഥലത്ത് കൂട്ടിയിരുത്താം. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ നമ്മളെ പ്ലാനിങ് ഇങ്ങനെയൊക്കെയായിരുന്നു, അതിൽ ഇന്ന കാര്യങ്ങൾ നടന്നു കഴിഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഒരു പരിപാടി നടന്നിട്ടില്ല.
നമുക്ക് ഇന്ന് മുതൽ എന്ത് ചെയ്യണം, അടുത്ത ആഴ്ചത്തേക്ക് നമുക്ക് പരിപാടി സ്ട്രോങ് ആക്കണം. അങ്ങനെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങളതായ ടീമിനെ അവിടെ കുത്തിന് ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ എന്ന വ്യക്തിയുടെ ലീഡർഷിപ്പ് വളരും. നിങ്ങൾ വലിയ വലിയ ലീഡേഴ്സിനെ വിളിക്കാൻ പോകണ്ട. വലിയ വലിയ ലീഡേഴ്സിനെ വിളിക്കേണ്ടത് എപ്പോഴാണ്? നിങ്ങൾ പറഞ്ഞിട്ടും മനസ്സിലാക്കാത്ത കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങൾ ലീഡേഴ്സിനെ വിളിക്കുക. മറ്റ് നിങ്ങൾ എല്ലാ കാര്യത്തിനും നിങ്ങൾ ലീഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, ലീഡേഴ്സ് സ്കിൽ ഡെവലപ്പായി ഒരു വ്യക്തിയായി മാറും. നിങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യും, ചാരി നിന്ന് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറും. നമുക്ക് ചാരി നിൽക്കേണ്ടത് എപ്പോഴാണ്? പ്രായമാകുമ്പോൾ നമുക്ക് സപ്പോർട്ട് കിട്ടുവാനോ എന്തിനോ വേണ്ടി ചാരി നിൽക്കേണ്ടത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഊർജ്ജസ്വലയോട് വർക്ക് ചെയ്യേണ്ട സമയമാണ്. ഈ ബിസിനസ്സിൽ പ്രായം എന്നൊരു ഘടകമില്ല. 18 വയസ്സ് വേണം ബിസിനസ്സിൽ ഐഡിയ അടിക്കണം, വരുമാനം കിട്ടണമെങ്കിൽ. 65, 70, 80, 90, 100 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് ചെയ്യുവാൻ പറ്റും. അപ്പൊ അങ്ങനെ വരുന്ന ഈ ബിസിനസ് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ നമ്മളെ മുന്നോട്ട് വരുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഓരോ പ്രോഗ്രാമിലാണ് ഞാൻ ഓരോ റാങ്ക് മാറിയ ഒരു കഥ ഞാൻ ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ നമ്മളെ കമ്പനിയുടെ ഒരു പ്രധാന പ്രോഗ്രാം വരാൻ പോവാണ്, നെക്സസ് 2025. അതായത് MLSL എന്ന കമ്പനി, ഞാൻ ഈ ബിസിനസ്സിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പനി നേരിട്ട് ഒരു ഇവന്റ് നടത്തുന്നത്. അപ്പൊ ആ ഇവന്റിന്റെ പ്രത്യേകത എന്താണ്? ആ ഇവന്റിൽ ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് എല്ലാവർക്കും പങ്കെടുക്കാം. അതിന് മുന്നേ TCNA പോലെ ലീഡേഴ്സിന് മാത്രമേ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ആ ഒരു പരിപാടിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എത്തുവാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഞാൻ എപ്പോഴും പറഞ്ഞൊരു വാക്കാണ്, നിങ്ങളെ ലീഡർമാർ എത്ര വലിയ ലീഡർമാരായിക്കോട്ടെ, ഇപ്പൊ ഞാനായിക്കോട്ടെ, ബെല്ലി സാർ ആയിക്കോട്ടെ, ശൈലേഷ് സാർ ആയിക്കോട്ടെ, ബിജു സാർ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഒരിക്കലും ലീഡർമാരെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ബിസിനസ് ചെയ്യരുത്. ലീഡർമാരെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലീഡർക്ക് ഗുണവും ഉണ്ടാവും, ദോഷവും ഉണ്ടാവും. നല്ല സമയത്ത് നിങ്ങൾ ആ ലീഡറുടെ ഗുണമാണ് നിങ്ങൾക്ക് മനസ്സിൽ വരാം, ചെറിയ സമയത്ത് ആ ലീഡറുടെ ദോഷം നിങ്ങളെ മനസ്സിൽ കയറും. പക്ഷെ നിങ്ങൾ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളെ ആ വ്യക്തി ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സിസ്റ്റത്തിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതിനാണ് കമ്പനി നേരിട്ട് എന്താണ്, കമ്പനി ആരാണ്, എങ്ങനെയാണ് കമ്പനി, ഈ R&D എന്നൊരു വിഭാഗം ഉണ്ട്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതിന് മെയിൻ ഹെഡ് ഡോക്ടർ DBA നാരായണ. അദ്ദേഹത്തിനെയൊക്കെ കുറിച്ചിട്ട് ഈ ബിസിനസ് എങ്ങനെ ചെയ്യുന്നു ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. മറ്റേത് ലീഡർ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ആ ലീഡർ നിർത്തിപ്പോയാൽ ഞങ്ങൾ എന്ത് ചെയ്യും, എന്റെ സാറ് ലീഡർ നിർത്തിപ്പോയി, ഞാൻ ഈ ബിസിനസ് നിർത്താണ്. പല ആളുകളും പറഞ്ഞ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് കമ്പനിയെ ഫോക്കസ് ചെയ്യുക. ഞാൻ എപ്പോഴും പല ചിട്ടികളായിക്കോട്ടെ, ഈ ഏജന്റുമാർക്ക് കൊടുക്കുന്ന സാധനങ്ങളായിക്കോട്ടെ, ഒരിക്കലും ഏജന്റുമാരിൽ കൂടെ ഞാൻ ഒന്നും ചെയ്യില്ല. ഇപ്പൊ ചിട്ടിയിൽ പൈസ അടയ്ക്കാൻ പോവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നേരെ സ്ഥാപനത്തിലേക്കേ പോവാ, ഏജന്റുമാരെ കയ്യിൽ കൊടുക്കാറില്ല. കാരണം എനിക്ക് നേരെ ആധികാരികതയാണ് വേണ്ടത്. ഞാൻ ആ കൊടുക്കുന്ന പൈസ കൃത്യമായിട്ട് അവിടെ എത്തുന്നുണ്ടോ? ഇപ്പൊ ഏജന്റുമാരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ഏജന്റുമാര് ഇന്ന് നാളെ അടച്ചാൽ പോരെ, ആ ലെവലിൽ എന്ത് ചെയ്യും, 2 ദിവസത്തേക്ക് റോൾ ചെയ്യും. പക്ഷെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്ക് നേരിട്ടൊരു ബന്ധം കമ്പനിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് ഇപ്പൊ പോകുന്നതിനെക്കാട്ടി ഇപ്പൊ NH-ന്റെ പണിയൊക്കെ ഏകദേശം പൂർത്തീകരിച്ചു. ഏകദേശം 80% NH-ന്റെ പണി മലപ്പുറം ജില്ലയിൽ പൂർത്തീകരിച്ചു. കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് ജില്ല ഓൾറെഡി ഓപ്പൺ ആക്കി കൊടുത്തു. ഇനി ആ NH കൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് 3 ട്രാക്ക് കൂടിയാണ്. ആ 3 ട്രാക്കിനും 3 സ്പീഡാണുള്ളത്. ഇപ്പൊ നമ്മൾ സർവീസ് റോഡ് കൂടെ പോകുന്ന വാഹനങ്ങളാണ് നമ്മൾ ഓരോരുത്തർ. അപ്പോ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, NH-ലേക്ക് ബൈപ്പാസിലേക്ക് കയറാൻ പോവാണ്. ആ ബൈപ്പാസിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ റൈറ്റിലേക്കല്ല പോവുക, ആദ്യം ചെറിയ ട്രാക്കിൽ ലെഫ്റ്റ് സൈഡിലെ ട്രാക്കിൽ കൂടെ പോകും. വണ്ടി ഏകദേശം വേഗത വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ട്രാക്കിലേക്ക് മാറും, പിന്നെ ഹൈ സ്പീഡ് ട്രാക്കാണ്. ഈ ലെവലിലേക്കാണ് നമ്മളെ ബിസിനസ്സും പോകേണ്ടത്. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾക്ക് പ്രതീക്ഷമാര് ബിസിനസ് നടന്നിട്ടില്ലെങ്കിലോ, ഇതുവരെ നിങ്ങൾ പ്രതീക്ഷമാരൊന്നും നടന്നിട്ടില്ലെങ്കിലോ ഒരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ കാലഘട്ടം വരാൻ പോകുന്നുള്ളൂ. അപ്പോ ഇന്നു മുതൽ വളരെ സ്റ്റിക്കോണായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. ടീമിന് വേണ്ടിയിട്ട് നമുക്ക് എന്തും കൊണ്ടുതരുന്ന ടീമാണ്. ഈ ടീമിനെയും ലീഡർമാരെയും ആത്മാർത്ഥമായി വിശ്വസിക്കുക. അവരെന്ത് പറയുന്നു ആ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ വേണ്ടി തയ്യാറാവുക. എന്തായാലും നമ്മളെ ബിസിനസ് മുന്നോട്ട് ചലിക്കുവാൻ പറ്റും. എന്തായാലും എന്റെ സമയം അതിക്രമിച്ചു വരികയാണ്. കാരണം നിങ്ങൾ 6 മണി മുതൽ 7 മണി വരെ നടത്തുന്ന പ്രൊഫഷണൽ ലെവലിൽ ടീം മീറ്റിംഗ് ആണ്. ഞാൻ ഒരുപാട് സംസാരിച്ച് ചിലപ്പോൾ 10 മിനിറ്റ് കൂടെ അധികം വിളിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റം ഉണ്ട്. ഈ സിസ്റ്റമാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
ആ സിസ്റ്റത്തിന് ഒരു കാരണവശാലും എന്ത് ചെയ്ത് കോട്ടം തട്ടരുത്. അതേമാതിരിയാണ് ഈ ബിസിനസ്സും. നല്ല രീതിയിൽ ഈ ബിസിനസ് നിങ്ങൾക്ക് എല്ലാവർക്കും റൺ ചെയ്യുവാനും നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. എന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. പക്ഷെ എനിക്ക് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്വപ്നം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ സഹായിക്കണം എന്നുള്ള മനോഭാവമുള്ളതാണ്. നമ്മുടെ കൈകളിൽ പൈസ ഉണ്ടെങ്കിലല്ലേ നമുക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സാമ്പത്തികം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ നമുക്ക് ഒരുപാട് ആൾക്കാരെ സഹായിക്കാൻ പറ്റും. ഇനി ഓപ്പർച്യൂണിറ്റി കൊടുത്ത് നമുക്ക് സഹായിക്കാൻ പറ്റും. രണ്ട് രീതിയിൽ സഹായിക്കാൻ പറ്റും. സാമ്പത്തികപരമായിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റും. അതേമാതിരി അവർക്ക് നല്ലൊരു അവസരം കൊടുത്തുകൊണ്ട് സഹായിക്കാൻ പറ്റും. എന്തായാലും ഇന്നത്തെ മീറ്റിംഗിൽ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ഗുണം എന്റെ സംസാരം കൊണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ നിങ്ങളെപ്പോലെ വളർന്നു വരുന്ന ഒരു വ്യക്തിയാണ്. വലിയ ലീഡറൊന്നുമല്ല, ഡയമണ്ട് ലെവലൊന്നും ആളല്ല. പക്ഷെ നാളെ ആ ലെവലിലേക്ക് ഉയരുവാൻ വേണ്ടി ഞാനും പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളും വിജയിക്കുവാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങിക്കൊണ്ട് എല്ലാവർക്കും ഈ ബിസിനസ് കൂടെ ഉയർന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്.